നമസ്കാരം. സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 1600 രൂപ ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 100 രൂപയുടെ വർധനവാണ് ഉണ്ടാകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. 1600 രൂപ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 1700ലേക്കുള്ള ഒരു വർധനവാണ് ഉണ്ടാകുവാൻ പോകുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഇത്തരം മാറ്റങ്ങൾ. 2500 രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നുള്ളതായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇത്രയും വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം നിലവിലില്ല. എങ്കിൽ പോലും ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുകയും നിലവിലുള്ള തുക പടിപടിയായി ഉയർത്തുകയും ചെയ്യും. സംസ്ഥാനത്ത് നവംബർ ആദ്യവാരം തന്നെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു. നവംബർ 1 കേരള പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം പ്രഖ്യാപിച്ചത്. തുക ഇനിയും എത്തിച്ചേരാത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇന്നും നാളെയുമായി അവരുടെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആവും. സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും പുരോഗമിക്കുന്നുണ്ട്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ 2 ആഴ്ച ഇടവേളകളിലായി 2 ഗഡു ക്ഷേമ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തത്. ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുക കുടിശ്ശികയാണ്. അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഉടൻ തന്നെ ആരംഭിക്കും. അതിനാൽ തന്നെ ഈ കാലയളവിൽ ഒക്ടോബർ അവസാന വാരം ആരംഭിച്ച ക്ഷേമ പെൻഷനും നവംബർ ആദ്യവാരം ആരംഭിച്ച കുടിശ്ശിക വിതരണവും ഇനി വിതരണം ചെയ്യുവാനുള്ള നവംബർ അവസാനത്തിലെ, അതായത് തനത് മാസത്തിലെ തുകയും കൂട്ടിച്ചേർത്ത് 4800 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുന്നത്. പെൻഷൻ മുടങ്ങിയവർ നിങ്ങളുടെ പെൻഷനർ ID ഉപയോഗിച്ച് സേവനയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. സർക്കാർ ആവശ്യപ്പെട്ട പല രേഖകളും നൽകാത്തത് കൊണ്ട് പലർക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ പെൻഷൻ മുടങ്ങിയവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ട രേഖകൾ, അതായത് മസ്റ്ററിംഗ് പോലെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക. കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ല. ഈ ഇൻഫർമേറ്റീവായ അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല.